ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചുവന്നുള്ളിയും പരിപ്പും കൂടെ വെച്ചിട്ട് ഉള്ള ഒരു സിമ്പിൾ ഒരു കറിയാണ്, ഒരു നാടൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്, പിന്നെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ്, പിന്നെ കുറച്ച് പുളിവെള്ളം, പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വയ്ക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന തുവരപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 2 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ കറിക്ക് ചുവന്നുള്ളി നന്നായിട്ട് വഴണ്ട് വരണം. ഇവിടെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. ഇതിലേക്ക് ഞാൻ 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടിത് വഴണ്ട് വരണം എണ്ണയിൽ കിടന്നിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് കൂടി ചേർക്കാം. അതും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർക്കാം. ഇത് വാളം പുളി പിഴിഞ്ഞതാണേ. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കണേ. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം, അതായത് പരിപ്പ് ഏകദേശം ഒരു 1/4 ഭാഗം വരെ വെന്തിട്ടുള്ളൂ. ബാക്കി ഇനി ഇതിൽ കിടന്നിട്ട് വേണം വേകാൻ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒന്ന് പാകമായി വരാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ചാറ് മതിയാവും. ഒരുപാട് വെള്ളം പോലെ ഇരുന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുള്ളി പരിപ്പ് കറി. അപ്പോൾ തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല, പൊടികളിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ചെറുള്ളി വഴറ്റി എടുക്കുന്ന കുറച്ചൊരു താമസം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.